ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയിരുന്ന രണ്ട് മത്സരാർത്ഥികളായിരുന്നു ജിൻഡോയും ജാസ്മിനും. അതുകൊണ്ട് തന്നെ ഇരുവരും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. നിസ്സാര കാര്യങ്ങൾക്കായിരുന്നു ഇരുവരും വഴക്കുണ്ടാക്കിയിരുന്നത്. ജിൻഡോയാണ് കൂടുതലും വഴക്കുണ്ടാക്കാനായിട്ടുള്ള കാരണങ്ങൾ എറിഞ്ഞു കൊടുത്തിരുന്നത്. എന്നാൽ ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ കപ്പ് ഉയർത്തിയത് ജിൻഡോയാണെങ്കിലും ജാസ്മിന്റെ പേരിലാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 അറിയപ്പെടുന്നത്. ബിഗ് ബോസിന് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്ത താരം തന്നെയാണ് ജാസ്മിൻ ജാഫർ. ജാസ്മിൻ ഇമോഷണലി ഡൗൺ ആയിരിക്കുന്ന സിറ്റുവേഷൻ പോലും കണ്ടന്റായി മാറിയിരുന്നു. ബിഗ് ബോസ് കഴിഞ്ഞ് ഇപ്പോൾ മാസങ്ങളായിട്ടും ജാസ്മിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. എന്തായാലും ഗബ്രിയുമായിട്ടുള്ള ആ ഒരു കോംബോയാണ് ജാസ്മിനെ ഇത്രയധികം ഉയരങ്ങളിൽ എത്തിച്ചിരിക്കുന്നത്. ഈ സീസണിൽ ജാസ്മിൻ 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയായിരുന്നു. അർഹിച്ച അംഗീകാരം ജാസ്മിന് ലഭിച്ചില്ല എന്നാണ് പൊതുവായിട്ടുള്ള ആരോപണം. അതുപോലെ തന്നെ പുറത്തു വന്നതിന് ശേഷം ജാസ്മിന്റെ പ്രതികരണം കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും തന്നെ. എന്നാൽ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങി ഏകദേശം ഒരാഴ്ചക്ക് ശേഷമാണ് ജാസ്മിൻ തന്റെ ആരാധകരുമായിട്ട് ലൈവിൽ വന്ന് സംസാരിക്കുന്നത്. എന്നാൽ ബിഗ് ബോസിലൂടെ ഇത്രയധികം നേട്ടം കൊയ്യാൻ ജാസ്മിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. മറ്റു മത്സരാർത്ഥികളായാലും കപ്പടിച്ച ജിൻഡോക്ക് പോലും ഇത്രയധികം ആരാധകരോ ഫാൻസോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. എന്തെങ്കിലും പ്രോഗ്രാമിനായാലും കല്യാണത്തിനായാലും ഇനോഗ്രേഷൻ ആയാലും ജാസ്മിനും ഗബ്രിയും ഉള്ള സ്ഥലത്ത് ഇഷ്ടം പോലെ ആരാധകരുണ്ട്. മറ്റു മത്സരാർത്ഥികൾക്ക് കിട്ടാത്ത ഭാഗ്യമാണ് ഇപ്പോൾ ജാസ്മിനും ഗബ്രിക്കും കിട്ടിയിരിക്കുന്നത്. സീസൺ 6-ന്റെ വിജയി ജിൻഡോയാണെങ്കിലും ആരാധകരുടെ മനസ്സിൽ ഇപ്പോഴും സീസൺ 6 വിജയി ജാസ്മിനാണ്.